ഹലോ ഗായ്സ്, നമുക്ക് ഒരു നല്ലൊരു ഹെൽത്തി ഡ്രിങ്ക് ആക്കി നോക്കിയാലോ. ഇനി നമുക്ക് ബത്തങ്ങ മുറിച്ചെടുക്കാം കേട്ടോ ഗായ്സ്. നമ്മൾ മുറിച്ചെടുത്ത ബത്തങ്ങ നമുക്ക് ചെറുതായി അരിഞ്ഞെടുക്കാം കേട്ടോ. നമുക്കിനി അരിഞ്ഞ ബത്തങ്ങ ഫുള്ള് നമുക്ക് വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റണം. ഈ ചൂടത്ത് ജ്യൂസാക്കി കുടിക്കാൻ നല്ല രസമല്ലേ. അപ്പം നിങ്ങൾ വീട്ടിൽ നിന്ന് എല്ലാവരും ബത്തങ്ങ ജ്യൂസ് ആക്കണം കേട്ടോ. അപ്പം എനിക്ക് കോരിയിട്ട് കിട്ടാത്തതുകൊണ്ട് വേറെ ഒരു സ്പൂണിൽ കോരിട്ടോ. നമ്മൾ ആ ബത്തങ്ങ വേറെ ഒരു പാത്രത്തിലോട്ട് മുഴുവനായി കോരിയിട്ടോ. നമുക്ക് പകുതി വാട്ടർ മെലോണേ ആവശ്യം വന്നുള്ളതുകൊണ്ട് അത് എടുത്തിട്ടോ. നമ്മൾ ആ തവിയും കൊണ്ട് ആ ബത്തങ്ങ ഉടച്ചെടുക്കണം. അത് ഉടച്ചൊഴിച്ച് കുറച്ച് ജ്യൂസി ആക്കി എടുക്കണം. ജ്യൂസാക്കിയ ബത്തങ്ങയിലോട്ട് കുറച്ച് പാൽ ഒഴിച്ചു കൊടുത്തു. പാൽ ആവശ്യമുള്ള അത്രേ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പിലോട്ട് പോവാണ്. ഇപ്പം ഭയങ്കര ചൂടൊക്കെ അല്ലേ ഗായ്സ്, അതുകൊണ്ട് നമ്മൾ ഐസൊക്കെ ഇട്ട് കൊടുത്തു. കൂടെ ടേസ്റ്റ് കൂടാൻ വേണ്ടി ചിയ സീഡ് ഇട്ട് കൊടുത്തു കേട്ടോ. ചിയ സീഡ് നമ്മളെ ആരോഗ്യത്തിന് നല്ലതാട്ടോ. അത് നമ്മൾ ആവശ്യത്തിന് ഇട്ട് കൊടുത്തു. മധുരം ഇല്ലാത്തത് കൊണ്ട് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് കുറച്ചും കൂടെ ടേസ്റ്റ് കിട്ടാൻ വേണ്ടി ജെല്ലീസ് ഇട്ടിട്ടോ. എന്നിട്ട് അതെല്ലാം കൂടെ അങ്ങ് മിക്സ് ചെയ്ത് ഇളക്കി കൊടുത്തു. അടുത്തത് നമ്മൾ ആഡ് ചെയ്യാൻ പോണ ചെറിയാണ്. എന്നിട്ട് ലാസ്റ്റ് എല്ലാം കൂടെ മിക്സ് ആക്കി. അപ്പം ഗായ്സ്, മുഖമ്പത്ത് സർബത്ത് റെഡിയായി. അപ്പം ഞങ്ങൾ ഗ്ലാസ്സിലോട്ട് ഒഴിക്കുക കേട്ടോ. അപ്പം നമ്മൾ 4 ഗ്ലാസ്സിൽ ഒഴിച്ചു കഴിഞ്ഞു. കാണാൻ നല്ല രസമായിരുന്നു. നല്ല ലൈറ്റ് പിങ്ക് കളറായിരുന്നു. കുടിച്ചു നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ആയിരുന്നു. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ബൈ.